ഇസ്രായേലിന്റെ നരഹത്യക്കെതിരെ സ്പെയിൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കും ലബനാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും മുന്നിൽ നിശബ്ദത പാലിക്കാൻ കഴിയില്ല എന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പ്രസ്താവിക്കുന്നത്. വിഷൻ ഗാന മത്സരത്തിൽ സ്പെയിൻ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് സ്പാനിഷ് പ്രധാനമന്ത്രി ഈ നിലപാട് വ്യക്തമാക്കിയത്. റഷ്യ ഉക്രൈനെതിരെ യുദ്ധം നടത്തിയപ്പോൾ റഷ്യയെ മത്സരത്തിൽ നിന്ന് വിലക്കിയിരുന്നു. അതിനെ സ്പെയിൻ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിനും അത് ബാധകമാണ്. ഇരട്ടത്താപ്പ് പാടില്ല, ഇസ്രായേലിനെയും വിലക്കണം എന്നാണ് സ്പെയിൻ ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പിൽ പ്രതിഷേധിച്ചാണ് സ്പെയിൻ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സമാധാനം പ്രോത്സാഹിപ്പിക്കാനും യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ വൈവിധ്യം ആഘോഷിക്കാനും വേണ്ടിയുള്ള മത്സരം എന്ന നിലയിലാണ് സ്പെയിൻ യൂറോവിഷനെ പിന്തുണച്ചത്. എന്നാൽ നിയമവിരുദ്ധമായ യുദ്ധത്തിനും വംശഹത്യക്കും മുന്നിൽ നിശബ്ദത പാലിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുമാണ് സ്പെയിൻ പറയുന്നത്. ഗസയിലും ലബനാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിസ്സംഗത പാലിക്കാൻ കഴിയില്ല. ഇത് സ്ഥിരതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അയർലൻഡ്, നെതർലൻഡ്, സ്ലോവേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്പെയിനിന്റെ അതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവരും യൂറോവിഷൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് സാഞ്ചസ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്.